സോ അതുകൊണ്ടാണ് പറയുന്നത് സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ സിവിക് സെൻസ് വന്നോളും. അതായത് സിവിക് സെൻസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് സൊസൈറ്റിയോടും ഷെയർഡ് പബ്ലിക് ലൈഫിനോടും ഉള്ള സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ്. റൂൾസ് ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഓഡിഷന് പോകുന്ന പോലെ വണ്ടി ഓടിക്കാതിരിക്കുക, പബ്ലിക് പ്രോപ്പർട്ടിയെ മര്യാദയ്ക്ക് ഉപയോഗിക്കുക, ഇതെല്ലാം ഒരാളുടെ സിവിക് സെൻസ് ആണ്. ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യന് ബേസിക്കലി വേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ പൊതുബോധം എന്നത്. എന്നാൽ പലപ്പോഴും ഇതൊരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എന്നൊരു തെറ്റായ ചിന്ത നമുക്കുണ്ട്. സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള PA ബോഡിയോർ പറയുന്നതനുസരിച്ച് ഒരാൾ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറുന്നു എന്നത് ആളുടെ എഡ്യൂക്കേഷൻ, ലിവിങ് കണ്ടീഷൻ, കൾച്ചർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഉള്ളത്. അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ബയോളജിക്കലി ഇൻഹറൻ്റ് അല്ല. നമ്മളുടെ വാല്യൂസ്, ഹാബിറ്റ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാവോ അതേപോലെ തന്നെ മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് നമ്മളുടെ സിവിക് സെൻസ്. ഈ കാരണം കൊണ്ടാണ് ചില റീജിയൻസ് എടുത്ത് നോക്കിയാൽ അവർക്ക് മറ്റുള്ളവരെക്കാൾ മികച്ച സിവിക് കൾച്ചർ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ക്ലീൻ റോഡ്സ്, പ്രോപ്പർ സീവേജ് സിസ്റ്റം, ഫെയർ ലോ എൻഫോഴ്സ്മെൻറ്റ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, മോറോവർ പബ്ലിക് പ്രോപ്പർട്ടി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള തിരിച്ചറിവ്. ഇങ്ങനൊരു രാജ്യമോ റീജിയണോ ഇത് ചെയ്യുമ്പോൾ അതവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നു. അത് കണ്ടിട്ട് നമ്മളും പറയും അവിടെയൊക്കെ പോയാൽ മതിയായിരുന്നു, ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ. അതേസമയം ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇടങ്ങളിൽ ഓവർ ക്രൗഡിങ്, ഇൻഇക്വാളിറ്റി, കറപ്ഷൻ, വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ, എന്തിനൊരാളുടെ പ്രൈവസിക്ക് പോലും യാതൊരു വിലയും ആളുകൾ അവിടെ കൊടുക്കുന്നില്ല. പ്രോപ്പർ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഇല്ല എങ്കിൽ ആളുകൾ വേസ്റ്റ് വലിച്ചെറിയുകയും മറ്റു പരിപാടികളൊക്കെ ചെയ്യും. പ്രോപ്പർ ലോ എൻഫോഴ്സ്മെൻറ്റ് ഇല്ലെങ്കിൽ തോന്നിയതൊക്കെ ചെയ്യും. ഈ കാരണങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആളുകളുടെ സോഷ്യൽ ബിഹേവിയർ അഫക്റ്റഡ് ആവുന്നുണ്ട്. റേസിസ്റ്റ് കമൻറ്റ്സ്, മിസോജനി, വെർബൽ അബ്യൂസ്, സെക്ഷൽ കമൻറ്റ്സ്, ഈവൻ ഡെത്ത് ത്രെറ്റ്സ് പോലും ഇത് കാരണം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പേട്രിയാർക്കൽ ഐഡിയോളജി, സൂപ്പർസ്റ്റിഷൻ, ഡിസ്ക്രിമിനേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്റേണലൈസ് ചെയ്ത ഫാമിലീസ്, മീഡിയാസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്സ് എല്ലാം തന്നെ ഈ കാര്യങ്ങൾ രണ്ടാമതൊരു ചിന്തയും കൂടാതെ കോൺസിക്വൻസസ് ആലോചിക്കാതെ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതെ ഇമാതിരി പരിപാടികൾ കാണിക്കും. ഹെൻസ് ഈ പ്രോസസ് റിപ്പീറ്റഡ് ആവും, നോർമലൈസ്ഡ് ആവും. സിവിക് സെൻസ് എന്നത് ഗുഡ് പീപ്പിളും ബാഡ് പീപ്പിളും തമ്മിലുള്ള ഡിവിഷൻ അല്ല, മറിച്ച് അത് ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസിന്റെ റിസൾട്ടാണ്. ഇത് മാറാനായിട്ട് ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫെയർ ലോസ്, എഡ്യൂക്കേഷൻ, പബ്ലിക് ട്രസ്റ്റ് പോലെ എല്ലാം വേണം. അതോടൊപ്പം ഓരോ ഇൻഡിവിജ്വലും മറ്റുള്ളവർക്കോ പബ്ലിക്കിനോ ഒരു പ്രശ്നം വരാതിരിക്കാനും അവരുടെ സ്പേസിനെ മാനിക്കാനും ഒരു പേഴ്സണൽ എഫോർട്ട് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.